ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞ് അയോധ്യയുടെ മണ്ണില് നിർമ്മിച്ച രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തില് നിന്ന് വരുന്ന വാർത്തകള് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്തയല്ല പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാമക്ഷേത്രത്തില് എത്തുന്ന ഭക്തജനങ്ങള്, ആ ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാണിക്ക, ആ കാണിക്കയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് കാണാതെയായിരിക്കുന്നത്, കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ തുറന്നു പറയുന്നതാണെങ്കിലോ, തുറന്നു പറയുന്നത് ബ്രിജ്ഭൂഷൺ ആണ്. ആരാണ് ബ്രിജ്ഭൂഷൺ? സംഘപരിവാറിന്റെ മുൻ MP ആയിരുന്ന, ദേശീയ കായിക വകുപ്പിന്റെ പ്രസിഡന്റ് ആയിരുന്ന, അധ്യക്ഷനായിരുന്ന വിനേഷ് ഫോഗാട്ടിനെ പോലെയുള്ള താരങ്ങള് വലിയ രീതിയിൽ ഇയാളുടെ ലൈംഗിക ചൂഷണത്തിനെതിരെ തുറന്നടിച്ച് രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യേണ്ടി വന്ന ഒരു കൊടും ക്രിമിനൽ സംഘപരിവാറുകാരൻ. ഇപ്പോ MP അല്ല, സ്ഥാനമാനങ്ങളില്ല, ഒന്നും തന്നെയില്ല. അങ്ങനത്തെ ബ്രിജ്ഭൂഷണാണ് ഇപ്പൊ പറയുന്നത്. എന്താണ് പറയുന്നത്? തുറന്നു പറയാൻ, തുറന്നടിക്കാൻ സമയമായിട്ടില്ല. സമയം വന്നാൽ ചിലതൊക്കെ തുറന്നു പറയും. വലിയ ആളുകളാണ് ഇതിന് പിന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവർക്കെതിരെ സംസാരിക്കാൻ ഭയമുണ്ട്. അതുകൊണ്ട് തുറന്നു പറയാൻ സമയമായിട്ടില്ല എന്നാണ് ബ്രിജ്ഭൂഷൺ പറയുന്നത്. പറയുന്ന വ്യക്തി ആര്, അയാളുടെ പാസ്റ്റ് എന്ത് എന്നതിനപ്പുറം വളരെ കൃത്യമായിട്ട് രാജ്യത്തെ അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് ആണല്ലോ രാജ്യത്ത് ഈ അയോധ്യയിൽ രാമക്ഷേത്രം പണിതത്. രാമക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞത് BJPയുടെ മാനിഫെസ്റ്റോയിലെ ഏറ്റവും നമ്പർ 1 കാര്യമായിരുന്നു. അപ്പോ ആ രാമക്ഷേത്രം പണിതിട്ട് അവിടെ നിന്ന് ഭക്തരായിട്ടുള്ള ജനങ്ങൾ കാണിക്കയായി സമർപ്പിച്ചിരിക്കുന്ന പണമെല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നു സംഘപരിവാർ എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത അത്ര സുഗമമുള്ള ഒരു വാർത്തയല്ല. ഈ വാർത്ത എന്ന് പറയുന്നത്, ഇത് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം മൂടി വന്നത്, ഇവിടെ ഇന്ന് ശബരിമലയില്, കേരളത്തില് ശബരിമലയില് അയ്യന്റെ പൊന്നു കെട്ടത് സഖാക്കളാണെങ്കിൽ, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് പറയുന്ന കാണിക്ക, ഭക്തര് കാണിക്കയായിട്ട് കൊടുക്കുന്ന പണം, ആ പണം കൊള്ളയടിച്ചത് സംഘപരിവാരാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ ചർച്ചയായേക്കാം, ഒരു പക്ഷേ ചർച്ചയാവാതെ പോയേക്കാം. കാരണം എന്ന് പറയുന്നത്, ഇത് ചർച്ച ചെയ്യേണ്ടതും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുമായ ആളുകള് അവര് മിണ്ടില്ല. കാരണം ഗോദി മീഡിയ ഇന്നും നരേന്ദ്രമോദിക്ക് വേണ്ടി സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കൃത്യമായിട്ട് ഒരു കാര്യം ഉറപ്പാ, സംഘപരിവാർ ഈ രാജ്യത്തെ രാജ്യദ്രോഹികളാണ് എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം ഈ രാജ്യത്ത് ഇവർ എന്തിനൊക്കെ വേണ്ടി വാദിക്കുന്നുണ്ടോ, ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനെതിരാണ്. മനസ്സിലായില്ലേ? പശുവിന് വേണ്ടി വാദിക്കും, പശു ഗോമാതാവാണെന്ന് പറയും, പശുവിനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടും, ഒക്കെ ചെയ്യും. പക്ഷെ ഈ പശുക്കളെ കോർപ്പറേറ്റ് അറവുശാലകളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് അറുത്ത് കട്ടാക്കി പാക്ക് ചെയ്ത് ഹലാൽ സ്റ്റിക്കർ മുട്ടിച്ച് കയറ്റുമതി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം വാങ്ങി നക്കുന്ന ആളുകളാണ് ഇവര്. മനസ്സിലായില്ലേ? പ്രവൃത്തി പറച്ചിലൊന്നും, പ്രവൃത്തി മറ്റൊരു രീതിയിലുമാണ്. ഇനി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് എന്താ? ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. പക്ഷേ സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കിയ പ്രധാനമന്ത്രിയാണ് ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നത്. അല്ലെ? രാജ്യത്ത് സംഘപരിവാറിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയത്. ആ അയോധ്യയിൽ ഉണ്ടാക്കിയ രാമക്ഷേത്രം, അവിടെ നിന്ന് കോടികൾ കൊള്ളയടിക്കുന്നതും സംഘപരിവാർ തന്നെ. കോടികൾ കൊള്ളയടിക്കുന്നത് സംഘപരിവാർ തന്നെ. ഇതൊക്കെ വിളിച്ചു പറയുന്നതും സംഘപരിവാറുകാർ തന്നെ. എല്ലാം വിളിച്ചു പറയുന്നതും സംഘപരിവാറുകാർ. കോടിക്കണക്കിന് രൂപകൾ, വലിയ ആളുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ബ്രിജ്ഭൂഷൺ പറയുന്നത്. വലിയ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാല് തനിക്ക്
പറയാൻ ഭയമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. സമയം വരട്ടെ പറയാം. CCTV ദൃശ്യങ്ങൾ അടക്കം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ അടക്കം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോ ഇത് പറയുമ്പോഴാണ് കൊൽക്കത്തയിൽ നിന്ന് 4000-ലധികം EVM മെഷീനുകൾ കത്തിച്ചതിന്റെ വാർത്ത പുറത്തേക്ക് വരുന്നത്, അല്ലേ? എല്ലാം വളരെ കൃത്യമായി ചെയ്ത് തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും വളരെ കൃത്യമായി ഇവര് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. ഉടനടി 4000-ലേറെ വരുന്ന EVM മെഷീനുകൾ തീ കൊളുത്തി. ഇപ്പോ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചിരിക്കുന്നു. പിന്നാലെ CCTV ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് ക്രമക്കേടുകളും കൊള്ളയും ദൈവത്തിന്റെ പേരിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പേരിലാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോമാതാവിന്റെ പേരിൽ അക്രമം നടത്തുക, ആൾക്കൂട്ട കൊലപാതകങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും സംഘടിപ്പിക്കുക, എന്നിട്ട് ഈ പറയുന്ന ഗോമാതാവിനെ തട്ടിയെടുത്ത് മുസ്ലിമിൽ നിന്ന്, ദളിതരിൽ നിന്ന് ഗോമാതാവിനെ തട്ടിയെടുത്ത് നേരെ കൊണ്ടുപോയി കൊടുക്കുന്നത് കോർപ്പറേറ്റ് അറവുശാലകളിലേക്ക്. ഇപ്പുറത്ത് രാമന്റെ പേരില് രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, രാമന്റെ പേരില് മസ്ജിദുകൾ തല്ലി പൊളിക്കുക, രാമന്റെ പേരില് ചർച്ചുകളിൽ കയറി അക്രമം ഉണ്ടാക്കുക, എന്നിട്ട് അതേ രാമന്റെ പേരിൽ വരുന്ന പണവും അടിച്ചു മാറ്റി നക്കുക. ഇതും ചെയ്യുന്നത് സംഘപരിവാർ. കേരളത്തിൽ അയ്യപ്പന്റെ സ്വർണം കട്ടത് അത് സഖാക്കളാണെങ്കിൽ രാമന്റെ സ്വത്ത് കൊള്ളയടിച്ച് നക്കിയത് അത് സംഘിയാണപ്പ സംഘപരിവാറുകാരാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്ക്. ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാ? വിശ്വാസത്തിന്റെ പേരില്. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാ? ഗോമാതാവിന്റെ പേരില്. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാ? മസ്ജിദിന്റെയും മന്ദിറിന്റെയും പേരില്. ജനങ്ങൾ ഒരു ഭാഗത്ത് തമ്മിലടിക്കുന്നു, ചത്ത് വീഴുന്നു, മറുഭാഗത്ത് ദൈവത്തിന്റെ പേരിൽ വേണ്ട വിധത്തിൽ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്നു. ഗോമാതാവിനെ അറുത്ത് കട്ട് ചെയ്ത് കയറ്റുമതി ചെയ്ത് കിട്ടുന്ന ലാഭത്തിൽ ഷെയർ വാങ്ങി നക്കുന്നു സംഘപരിവാർ. അത് ഒരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്ത് രാമന്റെ പേരിൽ വരുന്ന ഭക്തർ നൽകുന്ന പണം കൊള്ളയടിക്കുന്നു, CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു. വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് നടത്തുന്ന കൊള്ള. അപ്പോ ഈ പറയുന്ന ദൈവവും മതവും ഗോമാതാവും രാമനും ഒക്കെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബാങ്ക് ബാലൻസും ആസ്തിയും പോക്കറ്റും നിറക്കാനുള്ള ഒരു വഴി മാത്രമാണ്. അധികാരം എന്നേക്കുമായി കാൽ കീഴിൽ ഉറപ്പിക്കുവാനുള്ള ഒരു മാർഗം മാത്രമാണ്. അതിനപ്പുറം ശ്രീരാമനിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടോ ഗോമാതാവിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടോ ദൈവങ്ങളോട് ആരാധന തോന്നിയത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ഇതൊക്കെ ഒരു മറയാ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മീഡിയ, ഒരു മാധ്യമമാണ്, ഒരു മാർഗമാണ്. പണം സമ്പാദിക്കുവാനുള്ള മാർഗം നല്ല ഈസി, എളുപ്പമുള്ള വഴിയാണല്ലോ. വേർപ്പൊഴുക്കേണ്ട, ജോലിക്ക് പോകണ്ട, മറ്റുള്ളവര് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടുന്ന പണം അവര് വിശ്വാസത്തിന്റെ പേരില് ആരാധനാലയങ്ങളിൽ എത്തുമ്പോ അവിടെ കാണിക്കയായി സമർപ്പിക്കുമ്പോ അത് കൊള്ളയടിക്കുക. എന്തൊരു ഈസി വേയാ! ഇതിനപ്പുറം ഈസി ആയിട്ട് എങ്ങനെ പണം സമ്പാദിക്കാൻ പറ്റൂ? ഇതിനപ്പുറം എങ്ങനെയാ സമ്പാദിക്കാൻ പറ്റുന്നേ? അപ്പോ എന്താണെങ്കിലും ബ്രിജ്ഭൂഷൺ തന്നെയാണ് ഈ കാര്യം പുറത്തേക്ക് പറഞ്ഞതും ഈ കാര്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്നതും ബ്രിജ്ഭൂഷൺ തന്നെയാണ്. വളരെ കൃത്യമായിട്ട് 2021 ഇതേ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. അന്ന് ഈ രാമക്ഷേത്രത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട പേരാണ് ഇന്ന് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഇരിക്കുന്ന വ്യക്തി.
അന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട് കേസിൽ ഉയർന്ന പേര് ആ വ്യക്തിയാണ് ഇന്ന് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം വളരെ 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 കണക്റ്റഡ് ആണ്, റിലേറ്റഡ് ആണ്, എല്ലാം പരസ്പര ബന്ധിതമായ കാര്യങ്ങളാണ്. വളരെ കൃത്യമായിട്ട് രാജ്യത്ത് അധികാരം നിലനിർത്താൻ വേണ്ടി ദൈവത്തെയും മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് പണത്തിന്റെ പവറിൽ മാത്രമാണ് സംഘപരിവാർ രാജ്യത്തെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നത് എന്നതിന് ഇനി ഇതിലപ്പുറം തെളിവുകളൊന്നും വേണ്ട. ഇവർക്ക് പശുവിനോട് സ്നേഹമുണ്ടോ? ഇല്ല. ശ്രീരാമനോട് സ്നേഹമുണ്ടോ? ഇല്ല. ഹൈന്ദവതയോട് സ്നേഹമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ആ സ്നേഹമുള്ളത്? സ്നേഹമുള്ളത് സവർണതയോട് മാത്രം. സവർണത ഒരിക്കലും ഹിന്ദുത്വമല്ല. സവർണത ഒരിക്കലും ഹൈന്ദവതയുമല്ല. സവർണത ചില മനുഷ്യരുടെ മനോനില മാത്രമാണ്. ഞങ്ങള് ജനിക്കുമ്പോ എല്ലാരും മനുഷ്യനായിട്ടാ. പക്ഷെ ജനിച്ചു കഴിയുമ്പോ ചിലരൊക്കെ സവർണരായി മാറുന്നു, ചിലരൊക്കെ അവർണരായി മാറുന്നു. അപ്പോ എല്ലാം സവർണർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അവർണർക്ക് ഒന്നുമില്ല എന്നുള്ള മെന്റാലിറ്റി മാത്രം അല്ലെ? അപ്പോ ഇതാണ് RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവർക്ക് ഈ പറയുന്ന അധികാരം വേണം. അധികാരമുണ്ടെങ്കിലേ പണം ഉണ്ടാവുകയുള്ളൂ, അധികാരമുണ്ടെങ്കിലേ സ്വൈര്യ ജീവിതം ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടി മാത്രം അധികാരം വേണം. അതിനപ്പുറം ശ്രീരാമനില്ല, ഹിന്ദുത്വമില്ല, ഹൈന്ദവതയില്ല, മതങ്ങളില്ല, രാമക്ഷേത്രമില്ല, ഒന്നും തന്നെ ഇല്ല. എല്ലാം പണമുണ്ടാക്കാനുള്ള വഴികൾ എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായിട്ട്. അപ്പോ ഇത് കാണുമ്പോ ഇവരിത് ചെയ്യും, ഇതിനപ്പുറം ഇവര് ചെയ്യും, സംഘപരിവാർ ചെയ്യും. എന്താ കാരണം? ഈ രാജ്യം ഹൈന്ദവനെന്നോ മുസ്ലിമെന്നോ സിഖുകാരനെന്നോ മതമില്ലവനെന്നോ മതമില്ലാത്തവനെന്നോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തില് ആ സ്വതന്ത്ര സമര സേനാനികളെ ഒറ്റുകൊടുക്കലായിരുന്നു ഈ സംഘപരിവാറിന്റെ പണി. ഇന്ന് ദൈവത്തിന്റെ പേരിൽ അധികാരം നിലനിർത്താൻ ശ്രമങ്ങൾ നടത്തിയിട്ട് മറ്റു ഭാഗത്ത് അതേ ദൈവത്തിന്റെ പേരില് ആ ദൈവത്തിന്റെ സ്വത്തുക്കളും പണങ്ങളും അടിച്ചു മാറ്റി നക്കുക എന്ന പണി കൂടി സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിലധികം ഇനി എന്താണ് നമ്മൾ പറയാൻ?